തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് ഒരു കാലത്ത് സജീവമായിരുന്ന നടിയാണ് മാധവി. മലയാളത്തിൽ ശ്രദ്ധേയമായ നിരവധി കഥാപാത്രങ്ങൾ മാധവിക്ക് ലഭിച്ചിട്ടുണ്ട്. നാടൻ വേഷത്തിലും മോഡേൺ വേഷത്തിലുമൊക്കെ ഒരുപോലെ തന്നെ തിളങ്ങുവാൻ മാധവിക്ക് കഴിഞ്ഞു. മാധവി അഭിനയിച്ചെത്തിയതിൽ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത സിനിമയാണ് ആകാശദൂത്. 1993 പുറത്തിറങ്ങിയ ആകാശദൂത് ഒരു വർഷം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. ചിത്രത്തിൽ ആനി എന്ന കഥാപാത്രത്തെ മാധവി മികച്ച രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത്. എന്നാൽ പക്ഷേ മാധവി ആയിരുന്നില്ല ആദ്യം ആകാശദൂതിലെ ആനി എന്ന കഥാപാത്രത്തിലേക്ക് പരിഗണിച്ചിരുന്നത്. ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ സിബി മലയിൽ. മലയാളത്തിലെ ഒരു റേഡിയോ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകൻ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത്. ആനി എന്ന ക്യാരക്ടർ ചെയ്യുവാൻ വേണ്ടി ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് നടി സുഹാസിനിയാണ് എന്നാണ് സിബി മലയിൽ പറയുന്നത്. സുഹാസിനിക്ക് ആദ്യത്തെ ദേശീയ അവാർഡ് ലഭിക്കുന്നത് എഴുതാപ്പുറങ്ങൾ എന്ന തന്റെ സിനിമയിലൂടെയാണെന്നും സിബി മലയിൽ പറയുന്നു. ഈ ഒരു സിനിമ ചെയ്യുവാൻ വിളിച്ചപ്പോൾ ചെയ്യാമെന്ന് ആദ്യം സുഹാസിനി പറഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ കഥ പറഞ്ഞപ്പോൾ സോറി, തനിക്കിപ്പോൾ കുഞ്ഞുണ്ടായിട്ട് 1.5 വയസ്സേ ആയിട്ടുള്ളൂ, ഈ ഒരു കഥ ചെയ്യുവാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്ന് സുഹാസിനി എന്ന് പറഞ്ഞുവെന്നും സിബി മലയിൽ പറയുന്നു. പിന്നെ ഈ ഒരു കഥാപാത്രത്തിലേക്കായി നടി രേവതിയാണ് വിളിക്കുന്നത്. രേവതിയുടെ മറുപടിയും അനുകൂലമായിരുന്നില്ല. സാർ, ഒരു രാത്രി തരുമോ, താനത് ആലോചിക്കട്ടെ എന്ന് രേവതി തന്നോട് പറഞ്ഞുവെന്നാണ് സിബി മലയിൽ പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് തനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ആ കഥയോർത്തുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു കഥാപാത്രം ചെയ്യുവാൻ താൻ ഇല്ല സാറേ എന്ന് രേവതി മറുപടി പറഞ്ഞുവെന്നും സിബി മലയിൽ ഓർക്കുന്നുണ്ട്. താൻ ഈ ഒരു കഥാപാത്രത്തിലേക്ക് പ്രതീക്ഷിച്ചിരുന്ന നടിമാരെല്ലാം പിന്മാറിയെന്നും കഥ ഇത്രയും ഹെവി ആയതുകൊണ്ട് തന്നെ ചെയ്യുവാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് എന്നും സിബി മലയിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഈ ഒരു കഥാപാത്രം ചെയ്യുവാൻ നടി മാധവിയെ സമീപിക്കാമെന്ന് കരുതുന്നു. അപ്പോഴും ചില പ്രതികൂല അഭിപ്രായങ്ങളൊക്കെ വന്നിരുന്നുവെന്നും സിബി മലയിൽ ഓർക്കുന്നു. എന്നാൽ പക്ഷേ നായികയായിരുന്നില്ല മുടക്കം പറഞ്ഞത്, നായികയെ പറ്റി മറ്റുള്ളവരായിരുന്നുവെന്നും സിബി മലയിൽ പറയുന്നുണ്ട്. സിനിമയിലൊരു അന്ധവിശ്വാസത്തിന്റെ ഏരിയുണ്ടല്ലോ, എപ്പോഴും അതായിരുന്നു ആ അഭിപ്രായങ്ങൾക്ക് കാരണമെന്നും സിബി മലയിൽ പറയുന്നു. എന്നാൽ മാധവി ഒരു ഭാഗ്യമില്ലാത്ത നടിയാണെന്നും അവർ ചെയ്ത സിനിമകൾ ഓടിയിട്ടില്ല എന്നുമൊക്കെ ഒരുപാട് പേർ തന്നോട് പറഞ്ഞതിനെ പറ്റിയും സിബി മലയിൽ തുറന്നു പറയുന്നുണ്ട്. കഥയിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ടല്ലോ, ആരഭിനയിച്ചാലും കോണ്ടന്റ് അത്രയും ശക്തമാണെന്ന് താൻ പറഞ്ഞുവെന്നും സിബി മലയിൽ ഓർക്കുന്നു. അങ്ങനെ മാധവിയെ പോയി കാണുന്നു. മലയാള സിനിമകൾ ചെയ്തിട്ട് ഏറെ നാളായ മാധവി എന്ന ബാംഗ്ലൂർ ആയിരുന്നുവെന്നും അവിടെ പോയി അവരെ കണ്ട കഥ പറഞ്ഞപ്പോൾ അവർ ഈ സിനിമ ചെയ്യുവാൻ തയ്യാറാണെന്ന് പറഞ്ഞെന്നും സിബി മലയിൽ പറയുന്നു. അങ്ങനെ മാധവി സിനിമയിലേക്ക് എത്തി. ആദ്യ ദിവസം മേക്കപ്പ് ഇട്ട് വന്നപ്പോൾ ഇത്രയും മേക്കപ്പ് വേണ്ട കഥാപാത്രം അത്ര റിച്ച് അല്ല എന്നും വയലിൻ പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞുവെന്നും, എന്നാൽ പക്ഷേ ഏത് സ്ത്രീയാണെങ്കിലും പുറത്തു പോകുമ്പോൾ ഒരുങ്ങിയിലേ പോകൂ എന്ന് മാധവി തന്നോട് മറുപടി പറഞ്ഞതും സിബി മലയിൽ ഓർക്കുന്നുണ്ട്. എന്നാൽ പക്ഷെ പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ മസ്കാരയൊക്കെ ഇട്ടിട്ട് വന്നു. ഇത്രയും വേണോ എന്ന് താൻ ചോദിച്ചു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ തനിക്ക് മേക്കപ്പ് ഇല്ലല്ലോ എന്നൊക്കെ ഭയങ്കര സെന്റിമെന്റ്സ് മാധവി പറഞ്ഞുവെന്നും സിബി മലയിൽ ഓർക്കുന്നുണ്ട്. എന്നാൽ കുറെ കാലം കഴിഞ്ഞ് താൻ മലയാളത്തിലേക്ക് വരുന്നതാണെന്നൊക്കെയാണ് മാധവി എന്ന് പറഞ്ഞത്. ആ ഒരു വർഷം അവസാന നിമിഷം വരെ മാധവിയെ ദേശീയ അവാർഡിന് പരിഗണിച്ചിരുന്നുവെന്നും പക്ഷെ ആ ഒരു വർഷം അവാർഡ് കിട്ടിയത് ശോഭനയ്ക്കാണെന്നും സിബി മലയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇക്കാരണത്തിലാണ് പോയത്. പിന്നെ അവരെ കാണുമ്പോൾ ഒറ്റ മസ്കാരയിലാണ് അവാർഡ് പോയതെന്ന് താൻ പറയാറുണ്ടെന്നും സിബി മലയിൽ ഓർക്കുന്നു. പക്ഷെ മറ്റൊന്നുണ്ട്, മണിച്ചിത്രത്താഴിലെ പ്രകടനത്തിനാണ് ശോഭനയ്ക്ക് ആ ഒരു വർഷം മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നതും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.